പത്തനംമാറ്റ സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡിലെ അതായത് ഡിസംബർ 4 വിശേഷങ്ങളാണ് തുടർന്ന് പറയുവാൻ പോകുന്നത്. ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ഇനി കഴിയുകയില്ല എന്ന ചിന്തയുമായി മരണത്തോട് മല്ലടിച്ച് ആശുപത്രി കിടക്കയിലായിരുന്ന ദേവയാനിക്ക് നയന തൻ്റെ രക്തം നൽകുകയും അങ്ങനെ ദേവയാനി രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുകയാണ്. ആദർശിൻ്റെ അമ്മയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടിരുവാൻ തൻ്റെ രക്തം നൽകുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നയനയുടെ ഉള്ളിലുണ്ടെങ്കിലും അല്പമല്ലാത്ത സങ്കടവും തന്നിലുണ്ട്. അതുകൊണ്ടാണ് നയന ആദർശിനോട് പറഞ്ഞത് ഇതൊരിക്കലും അമ്മ അറിയരുത് എന്ന്. നാളത്തെ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് നവ്യയെയാണ്. നവ്യ വല്ലാത്ത സങ്കടത്തിലും അതിലുപരി ടെൻഷനിലുമാണ്. അതിൻ്റെ കാരണം അബിയുടെ സ്വഭാവം തന്നെയാണ്. പെട്ടെന്നൊരു ദിവസം അബിയിൽ വന്ന മാറ്റം അത് നവ്യയ്ക്ക് വലിയ പ്രതീക്ഷയാണ് നൽകിയത്. താനുമായി പുറത്തു പോവുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും സിനിമയ്ക്ക് പോവുകയും ചുറ്റിക്കറങ്ങുകയും കൂട്ടത്തിൽ തൻ്റെ വീട്ടിലെത്തുകയും അച്ഛനെയും അമ്മയും നന്ദുവിനെയും ഒക്കെ കാണുകയും ചെയ്തത് നവ്യയ്ക്ക് വലിയ സന്തോഷമായിരുന്നു. നവ്യയുടെ മനസ്സിലെ ചിന്ത ശബരിമലയിൽ പോകുവാൻ വ്രതമെടുത്തതോടുകൂടി അബിയിൽ വലിയ മാറ്റം സംഭവിച്ചു. അവൻ്റെ തെറ്റുകളൊക്കെയും അവൻ തിരിച്ചറിയുകയും അത് തിരുത്തുവാൻ അവൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനോടുള്ള ബന്ധത്തിലാണ് അവനിപ്പോൾ തന്നെ സ്നേഹിച്ചു തുടങ്ങിയത്. ഇതൊക്കെയായിരുന്നു. എന്നാൽ അതെല്ലാം വെറും നാടകങ്ങളായിരുന്നുവെന്നും ഫേക്കായിരുന്നുവെന്നും നവ്യ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ ഷോക്ക് തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അബിയുടെ മുഖത്ത് നോക്കി നവ്യ ചോദിക്കുന്നുണ്ട്, നീ അപ്പോൾ കാണിച്ചു കൂട്ടിയതെല്ലാം തട്ടിപ്പുകളും തന്ത്രങ്ങളുമായിരുന്നു അല്ലേ? എനിക്കിപ്പോൾ നല്ല ഉറപ്പുണ്ട്, രേവതിയോ അനാമികയോ അല്ല, നീയും നിന്റെ അമ്മയും ചേർന്നാണ് ആ പാലിൽ വിഷം കലർത്തിയത്. അതുവഴി എന്നെയും എൻ്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. അതെനിക്ക് 100% ഉറപ്പാണ്. നീ മാലയിട്ടിട്ട് കള്ളം പറയില്ല എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ നീയാണ് ഭൂമിയിലെ ഏറ്റവും വലിയ കള്ളനെന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ ഞാനാണ് കബളിപ്പിക്കപ്പെട്ടത്. ഇത് കേട്ടപ്പോഴേക്കും അബി പെട്ടെന്നൊന്ന് നടുങ്ങുന്നുണ്ട്. എന്നിട്ട് അത്തരത്തിലുള്ള ഭാവവ്യത്യാസങ്ങളൊന്നും പുറത്ത് കാണിക്കാതെ പെട്ടെന്ന് നവ്യക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് താൻ സംസാരിക്കുകയാണ്. നീ വെറുതെ അനാവശ്യം പറയരുത്. മാലയിട്ട് വ്രതമെടുത്ത് നടക്കുന്ന എനിക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. പാലിനകത്ത് വിഷം ചേർക്കുകയോ ആരെയെങ്കിലും കൊല്ലുകയോ ചെയ്യണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നവ്യ ഉടനെ ചോദിക്കുകയാണ്, അത്രയ്ക്ക് തറപ്പിച്ച് എങ്ങനെ നിനക്ക് പറയാൻ കഴിയും നീ അല്ലെന്ന്? പിന്നെ നീ അല്ല എങ്കിൽ ആരാണ് ആ പാലിൽ വിഷം കലർത്തിയത്? അപ്പോൾ അബി പറയുകയാണ്, അതെനിക്കറിയില്ല. പക്ഷെ ഞാനും എൻ്റെ അമ്മയുമല്ല, അത് ഞങ്ങൾക്കറിയാം. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ കാര്യം, അതിനെ ഞാൻ എൻ്റെ കുഞ്ഞായിട്ട് അംഗീകരിച്ചിട്ട് വേണ്ടേ? അങ്ങനെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഇത് പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി അബി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇത്രയും കേട്ടപ്പോഴേക്കും നവ്യയുടെ സപ്തനാഡികളും തളർന്നതുപോലെ ആവുകയാണ്. തന്നെ കടന്നു പോകുന്ന അബിയെ നവ്യ ശില കണക്കെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് കാണുന്നത് കനക ഗോവിന്ദനോട് അനന്തപുരിയിലെ പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതാണ്. കനക ക്ഷേത്രത്തിൽ വെച്ച് നയനയെ കണ്ടിരുന്നു. നയനയിൽ നിന്നും ദേവയാനിക്ക് സംഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ചും അനന്തപുരി തറവാട്ടിലെ ദുരന്തങ്ങളെക്കുറിച്ചും ഒക്കെ കനകദുർഗയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതൊക്കെ ഗോവിന്ദനോട് താൻ പറഞ്ഞു കേൾപ്പിച്ചതുകൊണ്ട് ഗോവിന്ദൻ അനന്തപുരിയിലേക്ക് എത്തുകയാണ്. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതൊന്ന് അന്വേഷിക്കണമല്ലോ. ഗോവിന്ദൻ അനന്തപുരിയിലേക്ക് കയറി വരുമ്പോൾ അബിയുമായിട്ടുള്ള സംസാരശേഷം സങ്കടപ്പെട്ടു നിൽക്കുന്ന നവ്യയാണ് കാണുന്നത്. നവ്യയുടെ മുഖത്തെ മ്ലാനഭാവം കണ്ടിട്ട് ഗോവിന്ദൻ ചോദിക്കുകയാണ്, എന്തു പറ്റി മോളെ? നിന്റെ മുഖത്ത് ഇത്രമാത്രം സങ്കടമുണ്ടാകാൻ കാരണം എന്താണ്? അബി എവിടെ? എന്താണ് ഇവിടെ സംഭവിച്ചതൊക്കെ? എന്തായാലും നിങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടിയാണല്ലോ ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുന്നത് തന്നെ അച്ഛന് ഏറ്റവും വലിയ സമാധാനമാണ്. ആദർശിനെയും നയനെയും കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. കാരണം അവരിരുവരും വളരെ സ്നേഹത്തിലും സന്തോഷത്തിലുമാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ ദുഃഖമായിരുന്നു. ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല അബിയിൽ ഇങ്ങനൊരു മാറ്റം സംഭവിക്കുമെന്ന്. എല്ലാം മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ഭാഗ്യമാണ് എന്ന് മാത്രം ഓർത്താൽ മതി. അതുകൊണ്ട് മോള് വെറുതെ സങ്കടപ്പെടാതിരിക്കുക. ഇത്രയും കൂടി കേട്ടപ്പോഴേക്കും നവ്യ അച്ഛൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട് പൊട്ടിക്കരയുകയാണ്. ഇത് കണ്ട് ഗോവിന്ദൻ വല്ലാതെ പരിഭ്രമിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നവ്യ മോളെ, എന്താ നിനക്ക് പറ്റിയിരിക്കുന്നത്? ഇപ്പോൾ നീ കരയേണ്ട സമയമല്ലല്ലോ, സന്തോഷിക്കേണ്ട സമയമല്ലേ? നീ എന്തിനാണ് ഈ സമയത്ത് ഇങ്ങനെ ദുഃഖിച്ച് കരയുന്നത്? എന്തു പറ്റിയെന്ന് അച്ഛനോട് പറയും. അപ്പോൾ നവ്യ പറയുകയാണ്, അച്ഛനോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അബി എന്നെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയതും ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലേക്ക് വന്നതുമൊക്കെ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. എന്നാൽ അതൊക്കെ വെറും നാടകമായിരുന്നു അച്ഛാ, വെറും നാടകം, സത്യമായിരുന്നില്ല. ഇത്രയും കേട്ടപ്പോഴേക്കും ഗോവിന്ദൻ ഒന്ന് നടുങ്ങുകയാണ്. മോളെ എന്താണ് ഈ പറഞ്ഞത്? അബി മോളെ സ്നേഹിച്ചിരുന്നില്ലെന്നോ? ഇപ്പോഴും അവൻ പഴയതുപോലെ തന്നെയാണോ? അച്ഛാ, അബി പഴയതിനും അപ്പുറമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ശബരിമലയിൽ പോകാൻ മാലയിട്ടിട്ട് അവൻ പറയുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം കള്ളത്തരങ്ങൾ മാത്രമാണ്. അവനും അവൻ്റെ അമ്മയും കൂടി ചേർന്നിട്ടാണോ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അമ്മ അച്ഛനോടെല്ലാം പറഞ്ഞു കാണും എന്നെനിക്ക് തോന്നുന്നു.
എനിക്ക് തരുവാൻ വേണ്ടി നയന കാച്ചിവെച്ച പാലെടുത്ത് കുടിച്ചിട്ടാണ് ഇവിടുത്തെ വല്യമ്മ ആശുപത്രിയിലായത്. ഒന്നുകിൽ അബിയും അവൻ്റെ അമ്മയും ചേർന്നിട്ടാണ് ആ പാലിൽ വിഷം കലർത്തിയത്, അല്ലെങ്കിൽ അനാമികയും അവളുടെ അമ്മയും. ഇതിലെനിക്ക് കൂടുതൽ സംശയമുള്ളത് അബിയെ തന്നെയാണ്. അതെ, എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ അതിൻ്റെ അച്ഛൻ തന്നെ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുകയാണോ എന്നായിരുന്നു എൻ്റെ സംശയം. ഇത് കേട്ടപാടെ ഗോവിന്ദൻ അല്പനിമിഷം സ്തബ്ധനായി നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, മോളെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതൊക്കെ സത്യങ്ങൾ തന്നെയാണോ? ഞങ്ങൾ എത്രമാത്രം സന്തോഷിച്ചു എന്ന് നിനക്കറിയാമോ? നിങ്ങൾ ഒരുമിച്ച് വീട്ടിൽ വരികയും സ്നേഹത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ വലിയ ആനന്ദമായിരുന്നു. മോൾ ഇവിടെ സങ്കടപ്പെട്ടിട്ടാണ് കഴിയുന്നത് എന്ന് നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും. ഈ അവസ്ഥയിൽ നീ ഇവിടെ തുടരണമെന്ന് അച്ഛൻ ഒട്ടും തന്നെ ആഗ്രഹമില്ല. മോൾക്ക് വീട്ടിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് വരാം. മോൾക്ക് വേണ്ടി നമ്മുടെ വീടിൻ്റെ വാതിൽ എല്ലായ്പ്പോഴും തുറന്നു തന്നെ ഇട്ടിരിക്കും. മോൾക്കും മോളുടെ കുഞ്ഞിനും അവിടെ താമസിക്കാം. അല്ല, ഇപ്പോൾ തന്നെ മോൾക്ക് അച്ഛൻ്റെ കൂടെ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. അച്ഛൻ മോളെ കൊണ്ടുപോകാൻ തയ്യാറാണ്. മോളുടെ പ്രസവവും മറ്റു കാര്യങ്ങളുമെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് നടത്താം. അത് അച്ഛൻ സന്തോഷത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. നയനയോടും ഇത് തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത്. നിനക്കും നിന്റെ കുഞ്ഞിനും ചിലവിന് തരുവാൻ ഇപ്പോഴും അച്ഛന് കഴിയും. എങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ നിങ്ങളെ പുലർത്തിക്കൊള്ളാം. പക്ഷേ നിന്റെ ഈ കണ്ണുനീരും അസമാധാനവും ഇവിടുത്തെ സുരക്ഷിതത്വമില്ലാത്ത ജീവിതവും ഒന്നും എനിക്ക് ഒരു നിമിഷം പോലും സഹിക്കാൻ കഴിയില്ല മോളെ. അതുകൊണ്ട് മോൾ ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ അച്ഛൻ്റെ കൂടെ പോര്. ഇത് പറയുമ്പോൾ നവ്യ പറയുകയാണ്, ഇല്ലച്ചാ, അങ്ങനെ തോറ്റുകൊടുക്കുവാനൊന്നും ഞാൻ തയ്യാറല്ല. ഒരിക്കലും ഞാൻ ഈ വീടിൻ്റെ പടിയിറങ്ങി വരില്ല. ഈ ജീവിതം എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാനായി തിരഞ്ഞെടുത്തതാണ്. ഇവിടെ എനിക്ക് വിജയിച്ചേ പറ്റൂ. എൻ്റെ ശരീരം നോക്കാനും എൻ്റെ കുഞ്ഞിനെ നോക്കാനും എനിക്കറിയാം. പിന്നെ നയനയും ഇവിടെ ഉണ്ടല്ലോ, അതാണ് എനിക്കൊരു വലിയ ആശ്വാസം. ഇപ്പോൾ നയനയും ആദർശും വളരെ സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് കഴിയുന്നത്. അത് കാണുന്നത് എനിക്ക് വലിയ സമാധാനമാണ്. പിന്നെ എൻ്റെ വിധി എന്താണ്, അതുമാത്രമേ എനിക്ക് ലഭിക്കൂ. അതിപ്പോൾ ഞാൻ അധികം വിഷമിച്ചിട്ടോ എന്തു പരാക്രമപ്പെട്ടിട്ടോ യാതൊരു കാര്യവുമില്ല. തുടർന്ന് ഗോവിന്ദൻ ദേവയാനിയുടെ സ്ഥിതിയെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്, എങ്ങനെയായിരുന്നു കാര്യങ്ങൾ എന്നൊക്കെ. ഇതെല്ലാം കൃത്യമായി നവ്യ ഗോവിന്ദനോട് പറയുകയാണ്. തുടർന്ന് കാണുന്നത് ആദർശും നയനയും വീട്ടിലേക്ക് വരുന്നതാണ്. ആ സമയത്ത് നവ്യ ഓടിച്ചെന്ന് അവരോട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. തുടർന്ന് നവ്യ വളരെ സങ്കടത്തോടു കൂടി നയനയോട് പറയുന്നുണ്ട് അബിയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങളെക്കുറിച്ച്. അതെ, അബി കാട്ടിക്കൂട്ടിയതെല്ലാം നാടകമായിരുന്നു, ഒന്നും സ്നേഹപ്രകടനങ്ങളായിരുന്നില്ല എന്ന്. തുടർന്ന് ആദർശ് മുത്തശ്ശൻ്റെ അരികിലേക്ക് പോവുകയാണ്. അപ്പോൾ മുത്തശ്ശൻ ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ തന്നോട് ചോദിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ദേവയാനിക്കിപ്പോൾ? ഭേദമായി അല്ലേ? ഞാനിടയ്ക്ക് ആശുപത്രിയിലേക്ക് വിളിക്കാറുണ്ടായിരുന്നു. വിവരങ്ങളൊക്കെ കൃത്യമായി അവർ പറഞ്ഞു തരാറുണ്ട്. വളരെ റയറായിട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നല്ലോ ദേവയാനിയുടേത്. എന്തായാലും അതിനും ഈശ്വരൻ്റെ വഴി തുറന്നു എന്നറിയാൻ കഴിഞ്ഞു. പിന്നെ ഞാനവിടേക്ക് വരാതിരുന്നത് ആശുപത്രിയല്ലേ? എനിക്ക് നല്ല സുഖവുമില്ലല്ലോ. യാത്ര ചെയ്ത് അവിടെ വരെ വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഇതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ വരാതിരുന്നത്. ഞാൻ അവിടെ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വിശ്രമിക്കാം എന്ന് തന്നെ കരുതി. എന്നിട്ട് വീണ്ടും മുത്തശ്ശൻ ചോദിക്കുകയാണ്, പിന്നെ മോനെ, ഇത്രയും റയറായിട്ടുള്ള ഈ ബ്ലഡ് ഗ്രൂപ്പ് അത് എവിടുന്ന് സംഘടിപ്പിച്ചു? ആരാണ് രക്തം നൽകിയത്? ഉടനെ ആദർശ് വിക്കി മുത്തശ്ശനോട് സംസാരിക്കുകയാണ്. അത് മുത്തശ്ശ, മറ്റാരുമല്ല, നയന തന്നെയാണ് അമ്മയ്ക്ക് രക്തം നൽകിയത്. എൻ്റെ അമ്മയെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ ഭാര്യയുടെ രക്തം തന്നെയാണ് ഉപയോഗപ്രദമായി തീർന്നത്. നയനയുടെ രക്തം AB നെഗറ്റീവ് ഗ്രൂപ്പായിരുന്നു മുത്തശ്ശ. ഇത്രയും കേട്ടപ്പോഴേക്കും മുത്തശ്ശൻ വല്ലാതെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് മറുപടി പറയുകയാണ്, ആഹാ, അതൊരു അത്ഭുതമായിരിക്കുന്നുവല്ലോ. ദേവയാനിക്ക് ഇഷ്ടമല്ലാത്ത ദുഷ്ടയായ മരുമകൾ തന്നെ അമ്മായിയമ്മയുടെ ജീവൻ രക്ഷിക്കുവാൻ രക്തം ദാനം ചെയ്തു എന്നുള്ളത് കേൾക്കുമ്പോൾ ദേവയാനിയുടെ പ്രതികരണം എന്തായിരിക്കും? ഇപ്പോഴെങ്കിലും അവരുടെ മനസ്സിലെ പകയും വെറുപ്പുമൊക്കെ അടങ്ങുമോ? ഇനിയെങ്കിലും ദേവയാനിക്ക് നയനമോളോടുള്ള മനോഭാവത്തിന് ഒരു മാറ്റം വന്നാൽ മതിയായിരുന്നു. അത് കാണുവാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. മരുമകളും അമ്മായിയമ്മയും ഒരുമിക്കുന്നത് കണ്ടിട്ട് എൻ്റെ കണ്ണടഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ആദർശ് പറയുകയാണ്, മുത്തശ്ശ, ഞാനും അതിനുവേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. പക്ഷേ നയന പറഞ്ഞിരിക്കുന്നത് ഈ വിവരം അമ്മയോട് പറയാൻ പാടില്ല, അമ്മയോടെന്നല്ല ആരോടും ഇത് പറയാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് മുത്തശ്ശനും ഈ വിവരം ആരോടും പറയരുത്, മനസ്സിൽ സൂക്ഷിക്കുകയേ വേണ്ടൂ. കാരണം അമ്മ ഇക്കാര്യം അറിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, എന്താണ് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തൽക്കാലം ഇത് അമ്മ അറിയരുത്, ആരും അറിയരുത്. ഉടനെ മുത്തശ്ശൻ ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് ആദർശയെ മറച്ചു വെക്കാൻ കഴിയുക? ദേവയാനി ഇത് അറിയണം, അറിഞ്ഞേ പറ്റൂ. ഉടനെ നയന അവിടേക്ക് വരികയാണ്. നയന മുത്തശ്ശൻ്റെ മുമ്പിൽ യാചിക്കുന്നത് പോലെ സംസാരിക്കുകയാണ്, മുത്തശ്ശ, ഒരിക്കലും അമ്മ ഇത് അറിയരുത്. അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും അമ്മ പ്രതികരിക്കുക എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ കൂടി കഴിയുന്നില്ല. ചിലപ്പോൾ എൻ്റെ മുമ്പിൽ തോറ്റുപോയല്ലോ എന്ന ഒരു ചിന്തയിൽ
അമ്മയുടെ ജീവൻ പോലും അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുത്തശ്ശൻ്റെ വായിൽ നിന്നും ഇത് മറ്റാരും അറിയില്ല എന്ന് എനിക്ക് വാക്ക് തരണം. എന്തായാലും നയനയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ മുത്തശ്ശൻ ആ ഒരു ഉറപ്പ് നയനയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ദേവയാനി ഹോസ്പിറ്റലിൽ നിന്നും ഒടുവിൽ ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തുന്നു. അനന്തപുരിയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നയനയ്ക്ക് കൊടുത്ത ഉറപ്പ് പാലിക്കുവാൻ മൂർത്തി സാറിന് കഴിയുമോ? നയനയാണ് തന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് എന്ന് തിരിച്ചറിയാതെ പഴയതുപോലെ തന്നെ അങ്കക്കലി പൂണ്ട ഭദ്രകാളിയെപ്പോലെ ആയിരിക്കുമോ ദേവയാനിയുടെ പ്രതികരണം? എല്ലാം കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ വിശേഷങ്ങളെല്ലാം അടുത്ത എപ്പിസോഡുകളിൽ തീർച്ചയായിട്ടും അറിയുവാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പത്തരമാറ്റ് സീരിയലിൻ്റെ വ്യക്തമായ റിവ്യൂസ് കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതിന് മറക്കാതെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായി